ഭാരതത്തിന്റെ അതൃപ്തി പരിഹരിക്കാൻ മാലിദ്വീപ് നീക്കം. ചർച്ചയ്ക്കായി സന്നദ്ധത അറിയിച്ച് മാലിദ്വീപ് വിദേശകാര്യ മന്ത്രി. സമൂഹ മാധ്യമങ്ങളിലെ പ്രസ്താവനകൾ തള്ളുന്നുവെന്നും മാലിദ്വീപ് വ്യക്തമാക്കി. ഐസൺ ജോസ് ഉണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഐസൺ, ഈ വിഷയത്തിൽ ഭാരതം നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ മാലിദ്വീപ് ഒരു നിലപാട് മയപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. ഭാരതത്തിനെതിരായ അധിക്ഷേപപരമായ പരാമർശം, അതിന് പിന്നാലെ മന്ത്രിമാരെ പുറത്താക്കൽ. എന്നിട്ടും ഭാരതം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പ്രതിഷേധം കൃത്യമായി തന്നെ പ്രതിനിധിയെ നേരിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി പ്രതിഷേധം, അതൃപ്തി ഉൾപ്പെടെ അറിയിക്കുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാലിദ്വീപ് ഈ നിലപാട് മയപ്പെടുത്തി രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. തീർച്ചയായും വിഷ്ണു, മാലിദ്വീപ് ഇക്കാര്യത്തിൽ കുറെ കൂടി ലളിതമായ അല്ലെങ്കിൽ കുറെ കൂടി കാര്യക്ഷമമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം സംബന്ധിച്ച് ചില വിവാദ പോസ്റ്റുകൾ 3ഓളം മന്ത്രിമാർ, മാലിദ്വീപ് മന്ത്രിമാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇത്തരത്തിൽ പങ്കുവച്ച ആ പോസ്റ്റുകൾക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. പൊതുസമൂഹത്തിൽ നിന്നും ഒരു വ്യാപകമായ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഭാരതം ഇന്നലെ മാലദ്വീപിന്റെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിക്കുകയും ചെയ്തത്. തുടർന്നാണ് കുറെ കൂടെ ലളിതമായ നടപടികളിലേക്ക്, അല്ലെങ്കിൽ കുറെ കൂടി കാര്യക്ഷമമായ നടപടികളിലേക്ക് നീങ്ങാൻ മാലദ്വീപ് ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യം കൂടിയായതുകൊണ്ട് തന്നെ ഏറെ പ്രശ്നങ്ങളുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, പരസ്പരം ആശ്രയത്തോടെ കഴിയേണ്ട രണ്ട് രാജ്യങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന നിലപാടിൽ തന്നെയാണ് മാലദ്വീപ് ഉള്ളത്. നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ കടുത്ത ജലക്ഷാമം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ മാലദ്വീപിനെ ജലം എത്തിച്ചത്, ആദ്യം തന്നെ കുടിവെള്ളം എത്തിച്ച രാജ്യം കൂടിയാണ് ഭാരതം. ഇത്തരത്തിൽ ഭാരതം കാര്യക്ഷമമായി ഇടപെടുന്ന സാഹചര്യത്തിൽ അവരുടെ ഒരു ഗുരുതരമായ പ്രതിസന്ധികൾ മാലദ്വീപ് നേരിടുമ്പോൾ കാര്യക്ഷമമായ സഹായം നൽകുന്ന ഒരു രാജ്യത്തെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന് മാലദ്വീപ് മന്ത്രിസഭ, സർക്കാർ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രിയെല്ലാം ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടാൻ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് തന്നെയായാലും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന താല്പര്യം മാലദ്വീപിനുണ്ട്. സ്വാഭാവികമായും മാലദ്വീപിന്റെ ടൂറിസ്റ്റ് വരുമാനത്തെ പോലും കൃത്യമായി ബാധിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. കൂടുതൽ വലിയ നടപടികളിലേക്ക് ഭാരതം നീങ്ങിയാൽ അത് മാലദ്വീപിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ ഒരു പരിധിവരെ ബാധിക്കുമെന്നത് ആ തിരിച്ചറിവ് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിനെ മാലദ്വീപിനെ പ്രേരിപ്പിക്കുന്നത്. ഐസൺ, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഭാരതത്തിൻ്റെ ഒരു നയതന്ത്ര ഇടപെടൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ഈ മാലദ്വീപ് ചൈനയുമായി ഏറ്റവും അടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയെല്ലാം ഈ മാലദ്വീപ് പ്രസിഡന്റ് ചൈനീസ് സന്ദർശനത്തിലായിരുന്നു. ഇതിലെല്ലാം ഒരു വലിയ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ മാലദ്വീപിൻ്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാലദ്വീപ് പ്രതിനിധിയെ ഈ നേരിട്ട് വിളിച്ച് ഭാരതം നിലപാട് കടുപ്പിച്ച് അതൃപ്തി അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും വിഷ്ണു, മാലദ്വീപ് ഉൾപ്പെടെ, അതായത് ശ്രീലങ്കയിലെ അമ്പലത്തോട്ട തുറമുഖം, അതുപോലെ മാലദ്വീപിലെ തുറമുഖം, ഇത്തരത്തിലുള്ള തുറമുഖങ്ങളുടെ വികസനം വഴി കൃത്യമായ ഒരു നീക്കം, ഒരു നയതന്ത്ര സൈനിക ഇടപെടലിലുള്ള നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനനുകൂലമായ ഒരു നിലപാട് മാലദ്വീപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നു. അതിനനുസൃതമായ ഒരു നിലപാടുണ്ടാവുകയും ചെയ്യുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇന്നലെയുള്ള മാലദ്വീപ് ചൈനീസ് സന്ദർശനം. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ചൈനയുമായി കൂടുതൽ, ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തെക്കാൾ കൂടുതൽ ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക എന്ന ഒരു താല്പര്യം മാലദ്വീപിനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. ഇത്തരത്തിലൊരു പ്രതികരണം അവിടെയുള്ള 3 മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ട്വീറ്റിലൂടെ ഉണ്ടായത് ഏറെ പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന സാഹചര്യം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം കാരണമായത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഈ ഭാരതവുമായുള്ള ഭാരത വിരുദ്ധ നിലപാടുകളുടെ ഒരു ഭാഗമായി, അതായത് ചൈനയുമായി അടുക്കുമ്പോൾ ഭാരതത്തോടുള്ള ഒരു എതിർപ്പ് രീതിയുടെ ഭാഗമായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. ഈ പശ്ചാത്തലം എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും ചൈനയുമായി അടുക്കാനുള്ള ഒരു നീക്കം മാലദ്വീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, അത് ഒരു പരിധിവരെ ചൈനയുടെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ ആക്ഷേപവുമായി ബന്ധപ്പെട്ട ചൈനയുടെ നേരിട്ടുള്ള ഇടപെടലൊന്നും ഇതുവരെ സ്ഥിരീകരിക്കാനോ സാധൂകരിക്കാനോ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇത്തരത്തിലുള്ളൊരു പ്രശ്നം, അതായത് ചൈന തങ്ങളുടെ തുറമുഖങ്ങൾ വികസിപ്പിക്കുക
പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ രാജ്യത്ത് നടത്താനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ ഒരു പരിധി വരെ ചൈനയെ അപ്പീസ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഈ ഇത്തരത്തിലുള്ള ഭാരത വിരുദ്ധ പരാമർശങ്ങൾ ഭാരത വിരുദ്ധ നിലപാടുകൾ പരാമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. തീർച്ചയായും വലിയൊരു സമുദ്ര സുരക്ഷയുടെയും അതുപോലെ തന്നെ സമുദ്ര വാണിജ്യത്തിന്റെയും രംഗത്ത് ശക്തമായ സാന്നിധ്യമായേക്കാവുന്ന ചില നിലപാടുകൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അക്കാര്യത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്ന നീക്കം ചൈന നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടി അതിന്റെ പ്രേരണയായി കൂടി ഇത്തരത്തിലുള്ള പ്രതികരണം മാലദ്വീപിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്.